മാനിയമോൻ യുവറാണ് ജീവൻ ടി വി ഒമാനിലൂടെ എന്ന സെഗ്മെന്റിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ, എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സോ നൗ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഒമാനിലെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, ബിക്കോസ് മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള റോസ് ഗാർഡൻസിലേക്കാണ്, കുറമിലെ റോസ് ഗാർഡൻസിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഇങ്ങനെ മസ്കറ്റ് ഫെസ്റ്റിവൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഫാമിലീസ് ഉണ്ട്. അവർക്ക് ആഘോഷത്തിനിടയിൽ കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്ത് ചോദ്യം ചോദിച്ചാലാണ് ചോദ്യം ചോദിച്ചിട്ട് സമ്മാനം കിട്ടാനാണ് ഇഷ്ടം? കാള കിടക്കും കയറോടും, അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയും? അയ്യേ, ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ ടി വി അവതാരകർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. വാവ്, എന്തെങ്കിലും സംഭവം. നാട്ടിലെവിടെയാ? ചങ്ങനാശ്ശേരി. തല വെയിൽ ഉള്ളിക്കരുത് അത് കേട്ടാ. ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് തന്നെ ഈ ബുദ്ധിയൊക്കെ പോവാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ പേരില്ല മേരി. അപ്പൊ മേരിക്കുണ്ടൊരു കുഞ്ഞാട്. ഞാൻ മേരിയോട് നമ്മുടെ ഈ ഒരു മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ പോവാണ്. അപ്പൊ മേരി വിശേഷങ്ങൾ പറയാം. അതൊരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ മേരി മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇപ്പൊ കുറെ ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ മസ്കറ്റ് ഫെസ്റ്റിവലിൽ കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ വിശേഷങ്ങൾ പറയുമ്പോൾ മലയാളത്തിൽ മാത്രം പറയണം, ഇംഗ്ലീഷിലൊന്നും പറയരുത്, ഫെസ്റ്റിവലിനൊന്നും പറയരുത്. മസ്കറ്റ് ആഘോഷം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പൊ റെഡിയാണ്? ഒരു മിനിറ്റാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ മലയാളത്തിൽ മാത്രം മസ്കറ്റ് ഫെസ്റ്റിവൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ജീവൻ ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു മസ്കറ്റ് പറയാം, പേര് പറയാം, ഒരു സമ്മാനമുണ്ട്. ഓക്കെ, റെഡിയാണ്? സ്റ്റാർട്ട് ചെയ്യും. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര പ്രാവശ്യം ഇവിടെ വന്നു? 10 പ്രാവശ്യം ഇപ്പൊ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ? ഇവിടെ എല്ലാം തന്നെ ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എല്ലാ സ്ഥലത്തും ഇറങ്ങാറുണ്ട്. ഒറ്റയ്ക്കാണോ നേരത്തെ ഒക്കെ വന്ന്? ഇതിപ്പോ 10ാമത്തെ പ്രാവശ്യമാണല്ലോ. കുടുംബത്തോടുകൂടി. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവര്? ഒരാൾ 6ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 1ാം ക്ലാസ് പഠിക്കുന്നു. നല്ല കാര്യം. 6ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവർ പഠിക്കേണ്ടിയിരുന്നത് 1ാം തരത്തിലും 6ാം തരത്തിലുമാണ്. ക്ലാസ്സിൽ പഠിച്ചാൽ ഗിഫ്റ്റ് കിട്ടൂല. ഇനി താങ്കളാണോ ഒന്ന് പയറ്റി നോക്കാൻ പോകുന്നത്, അതോ ജിപ്സിയും ചങ്ങനാശ്ശേരിയാണോ? രണ്ടുപേരും ചങ്ങനാശ്ശേരി. എവിടെയാ? തർക്കുടിത്താനം. രണ്ടുപേരും? 3 കുട്ടികളുണ്ടോ? ഇത് എക്സ്ട്രാ ചെയ്ത് നമുക്കുള്ളതല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താ പേര് പറഞ്ഞേ? ജെയിംസിനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്തു. ജെയിംസ്, എന്തൊക്കെയാണ് വിശേഷം? ചങ്ങനാശ്ശേരി തന്നെ പഠിച്ചൊക്കെ? അത് ഞാൻ ഓർത്തില്ല കേട്ടോ. അത് വളരെ എൻജോയ് ചെയ്യുന്ന ഫാമിലീസ് ഒക്കെയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒമാനിലെയും ഒമാനിൽ നിന്ന് പുറത്തുനിന്ന് വന്നവരും ഒക്കെ ഉള്ള ഒരു വേദിയാണ് ഇത്, മസ്കറ്റ് ഫെസ്റ്റിവൽ ഇൻ ഒമാൻ. കീപ് വാച്ചിങ് ഒമാനിയം. ഞാനിപ്പോൾ സംസാരിച്ചത് അവിൻനാഥുമായിട്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ്. അവിൻനാഥിനെ പരിചയമില്ലല്ലോ. അതാണ് നമ്മുടെ ഈ ഒരു ഒമാനിയം എന്നുള്ള പ്രോഗ്രാമിലൂടെ അവിൻനാഥ് ലോക പ്രശസ്തനാവണമെന്നാണ്. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ അഭിനയിക്കൂ? തീർച്ചയായിട്ടും. ഞാൻ വെറുതെ ചോദിച്ചതാ. ചാൻസ് കിട്ടിയാൽ പോവില്ല എന്ന് പറയുന്ന വിചാരിച്ച് ചോദിച്ചതാ. അപ്പൊ സ്വയം ഒത്തിരി ഒരു ഗ്ലാമർ താരമാണെന്നൊരു ഇതുണ്ടല്ലേ, അഹങ്കാരമുണ്ട്. അതിന്റെ ഒരു ഗമയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഗുഡ്, നല്ല ഒരു പ്ലസന്റ് ലുക്കിംഗ് ആണ്. നമ്മൾ ഈ ആഴ്ചപ്പതിപ്പിലൊക്കെ ഈ ഒരു നോവലൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് സോണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ, സോണി ചായൻ എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഉണ്ട് അവിൻനാഥിനെ കണ്ടാൽ. അവിൻനാഥിനോട് ഞാൻ ചോദിച്ച ഫസ്റ്റ് ചോദ്യം, ഇത് വിനീത അവിൻനാഥിന്റെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം. എത്രയാണ്? 5 മാസമായിട്ടുള്ളൂ. സാരമല്ല, അത് 7 വർഷം ആയിക്കോളും. വിജയകരമാണ്. ഞാൻ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവിൻനാഥിന്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മോഹൻലാൽ ഫാനാണ്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം, മോസ്റ്റ് ഫേവറേറ്റ് മോഹൻലാൽ ഫിലിം ഏതാണെന്ന് അവിൻനാഥ് പറഞ്ഞിട്ടുണ്ടോ? ഏതാണ് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോഴത്തേക്ക് ഈ ഫിലിം എനിക്ക് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിമാണ്, അതുകൊണ്ട് ഞാനിത് കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ? ഇല്ല. പിന്നീട് ഞാൻ അവിൻനാഥിനോട് ചോദിച്ചത് ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങും എന്നാണ്. അവിൻനാഥ് ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങും? 7 മണിക്കൂർ. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചു, നാട്ടിലൊരു വാഹനമുണ്ട് അവിൻനാഥിന്, അത് ഏതാണ്? ബുള്ളറ്റാണ്. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചത്, അവിൻനാഥിനൊരു ഫാമിലി ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ നാട്ടിലുണ്ടായിരുന്നതായിട്ട് ചെറുപ്പത്തിലോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ, നമുക്ക് അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? അതല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടോ? ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്?
പേര് ഉണ്ടോ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ? എന്ത് അസുഖത്തിനാവുന്ന അത് രഹസ്യമായിട്ട് പോയി കാണുന്ന ഡോക്ടർ? കൊളസ്ട്രോൾ. കള്ള, ഈ ശരീരമൊക്കെ വെച്ചിട്ട് കൊളസ്ട്രോളൊക്കെ വെച്ചിട്ട് സിനിമയിലൊക്കെ നടക്കുന്നത്. ആ ഭാഗം കട്ട് ചെയ്തേക്കോട്ടോ, അതറിയണ്ട. അവൻ അതിന് കൊളസ്ട്രോൾ ഉള്ള കാര്യം ആരും. കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ശരീരമില്ലല്ലോ മോനെ, ആകെപ്പെടുത്തലല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ഡോക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ. പിന്നെ ഞാൻ ചോദിച്ചു, ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യില്ല? ഇന്നിപ്പോ നിങ്ങളിപ്പോ ഉള്ളത് ഇവിടെ ഈ പാർക്കിലാണ്. ഒമാൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മസ്കറ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. ഇപ്പൊ ഇന്നെടുക്കുന്ന ഫോട്ടോസ് നാളെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എത്ര ഉത്തരം ശരിയായെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാലിന്റെ ഫേവറേറ്റ് ഫിലിം ഉണ്ട്, അത് ഭരതമാണ്. അപ്പൊ ഇനി ഭരതം ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ആ ഉത്തരം തെറ്റിപ്പോയി. എത്ര മണിക്കൂർ ഉറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ 7 മണിക്കൂറൊക്കെ ആവുമ്പോൾ വിനീത വിളിച്ചുണർത്തുമെങ്കിലും 8 മണിക്കൂർ അവൻ അത് സുഖമായിട്ട് ഉറങ്ങും. അതാണ് അതിന്റെ ഒരു രസം. പിന്നെ ബൈക്കിന്റെ പേര് കറക്റ്റ് ആണ്, ബുള്ളറ്റിൽ. ഈ ബുള്ളറ്റിൽ വന്നിട്ടാണോ തൃശ്ശൂർ ലൈൻ അടിക്കാൻ വന്നതാണോ? അങ്ങനെയാണോ കല്യാണത്തിന് മുമ്പ്? ഓൾറൈറ്റ്, അപ്പൊ അത് ശരിയാണ്. ബുള്ളറ്റ് ആണ് നിങ്ങളുടെ ഒരു വാഹനം എന്ന് പറയുന്നത്. ഒരു ഫാമിലി ഡോക്ടർ ഇല്ല, എനിക്കൊരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതും തെറ്റാണ്. ഒരു അസുഖമുണ്ട്, ഒരു ഫാമിലി ഡോക്ടറും ഉണ്ട്. ഫേസ്ബുക്കിൽ ഡെഫിനറ്റ്ലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങൾ മാത്രമാണ് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. 2 ചോദ്യങ്ങൾ മാത്രം. സ്റ്റിൽ യു ക്യാൻ ഗെറ്റ് എ ഗിഫ്റ്റ് ഫ്രം അലൈൻ ഗിഫ്റ്റ് മാർക്കറ്റ്. അപ്പോൾ ഏതായാലും നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവലിന് ഇന്നിവിടെ ഈ ഒരു പാർക്കിൽ നിങ്ങൾ ഈ ഒരു ഫെസ്റ്റിവൽ മോഡിൽ വന്നതുകൊണ്ട് ഒരു സമ്മാനമുണ്ട്. ഉത്തരം കുറച്ച് മാച്ചിങ് കുറവായിരുന്നു അല്ലേ? അത് സാരല്ല, 6 മാസമല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇനി കുറെ നാളാകുമ്പോഴത്തേക്ക് കൂടുതൽ തെറ്റുകൾ വന്നോളും. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അവിനാഥ് ആൻഡ് വിനീത. താങ്ക് യു സോ മച്ച്. മസ്കറ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതിനിടയിലാണ് ഞാൻ ഇവരെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടത്. ബിക്കോസ് ഈ ഒരു പാർക്കിൽ ഖുറം എന്ന സ്ഥലത്തെ ഈ ഒരു റോസ് ഗാർഡൻസിൽ ഇവർ മിക്കവാറും ഫെസ്റ്റിവൽ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോട് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു. മലയാളത്തിൽ വിശേഷങ്ങളൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയ സംശയം. മലയാളത്തിൽ പറയാം, പക്ഷേ ഇംഗ്ലീഷൂടെ ചേർത്തേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാടില്ല, മലയാളത്തിൽ പറയാൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ പറയണം അല്ലേ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മലയാളത്തിൽ എത്ര നേരം പറയുമെന്ന് നോക്കാം അല്ലേ? ഓക്കെ, എന്റെ പേരെന്താ? പ്രീത. ടൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാട്ടിലെവിടെയാ? നാട്ടിൽ പന്തളം. പന്തളത്ത് എവിടെയാ? പന്തളത്ത് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ നെട്ടൂരാൻ എന്ന് പറയുന്ന നിങ്ങളുടെ അവിടുത്തെ കഥാപാത്രമല്ല. അല്ല, നെട്ടൂരാൻ എന്ന് പറഞ്ഞ റിലേറ്റീവ് ഒന്നുമില്ല. ഇല്ല. സിനിമ കാണാറുണ്ടോ? സിനിമയിലാണോ നെട്ടൂരാൻ? പടം കാണാറുണ്ട്. ടിവിയിലാണോ തിയേറ്ററിൽ പോയിട്ടാണോ എങ്ങനെ കാണാം? സിനിമ കൊട്ടകയിൽ പോയിട്ട്. സിനിമ ഈസ് ഇംഗ്ലീഷ് വേർഡ്. അപ്പോ എന്ത് ചെയ്യും? സാരല്ല, നമുക്ക് ഒരു പാർട്ടിസിപ്പന്റ് കൂടിയുണ്ട്. ആൻഡ് നമ്മുടെ ഈ പാർട്ടിസിപ്പന്റ് പേരെന്താ? ലുബിന അല്ലേ? നാട്ടിലെവിടെയാ? കോഴിക്കോടൊക്കെ പറയാം, സ്ഥലവും സ്കൂളിന്റെ പേരൊക്കെ പറയാം. സ്കൂൾ എന്ന് പറയരുതെന്നുള്ളൂ. അപ്പൊ നമുക്ക് ലുബിന നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവൽ വിശേഷങ്ങൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. 1 മിനിറ്റ് ആണ് സമയം. ലുബിന ആർ യു റെഡി? അപ്പോ സ്റ്റാർട്ട് ചെയ്തു, സമയം സ്റ്റാർട്ട് ചെയ്തു. ലുബിന, ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാ? എല്ലാവരും ഇഷ്ടമാണ്. വെരി ഗുഡ്. അപ്പൊ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് ആരെയും അങ്ങനെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ലുബിന പാട്ട് പാടോ? ഇല്ല. ഓക്കെ. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഒരു കമ്പനിയിലാണ്. ഹസ്ബൻഡുമായിട്ട് നല്ല കമ്പനി ആയാൽ മാത്രം മതി. കമ്പനിയിൽ വർക്ക് ചെയ്താൽ പ്രശ്നമാണ്. സ്വന്തമായിട്ട് വല്ല ജോലിയും ചെയ്താൽ യാതൊരു പ്രശ്നമില്ല. താങ്ക്സ് നൗഷാദ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. കീപ് വാച്ചിങ് ദ ഷോ ഒമാനിയം ഓൺ ജീവൻ TV. ഇനി നമുക്ക് മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രധാന ആകർഷണമായ ഹെറിറ്റേജ് വില്ലേജിലെ വിശേഷങ്ങൾ കാണാം. കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർ വരുന്നുണ്ട്. കാരണം ഒമാനിന്റെ ആ ഒരു തനത് രൂപങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഹെറിറ്റേജ് വില്ലേജിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസ്കറ്റ് ഫെസ്റ്റിവലിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഹെറിറ്റേജ് വില്ലേജിൽ വരാൻ മറക്കരുത്. അല്പം ഹെറിറ്റേജ് വില്ലേജ് കാഴ്ചകൾ.
ഇൻ മസ്കറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ മസ്കറ്റ് ഫെസ്റ്റിവലിലെ ഹെറിറ്റേജ് വില്ലേജ് വിശേഷങ്ങളും മസ്കറ്റ് ഫെസ്റ്റിവൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച. ഒമാനിയം എന്ന പ്രോഗ്രാമിലെ ഒമാനിലൂടെ എന്ന സെഗ്മെന്റിൽ നമുക്ക് മസ്കറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ ഇനിയൊരു സ്പോട്ടിൽ, അതായത് മസ്കറ്റ് ഫെസ്റ്റിവലിന്റെ ക്രൗഡഡ് ആയിട്ടുള്ള മറ്റൊരു സ്പോട്ടിൽ പോയി കുറെ വിശേഷങ്ങളും കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കുറെ പാർട്ടിസിപ്പൻസിനെയൊക്കെ ഷൂട്ട് ചെയ്ത് വീണ്ടും എത്തുന്നതായിരിക്കും ഒമാനിയം എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ ഷോ ഒമാനിയം. ഒമാനിലൂടെ എന്നുള്ള സെഗ്മെന്റിൽ നിന്ന് ഞാൻ സൈൻ അപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സ്പോട്ടിൽ കാണാം, കേൾക്കാം. ഗുഡ് ബൈ. കീപ് വാച്ചിങ് ഒമാനിയം.